അതെ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു അമ്മയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അമ്മയെ കൊന്ന ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാകാമെന്നൊക്കെയാണ് പോലീസിന്റെ നിഗമനം. ആ വാർത്ത നോക്കാം. ഡൽഹിയിൽ അമ്മയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ആത്മഹത്യാക്കുറിപ്പ് കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. കുറിപ്പിൽ നിർണായക വിവരങ്ങൾ ഉള്ളതായാണ് സൂചന. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കോട്ടയം പാമ്പാടി സ്വദേശി ലിസിയെയും മകൻ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അധ്യാപകനായ അലൻ സ്റ്റാൻലിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡൽഹി പിതംപുരയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ലിസിയുടെ മൃതദേഹം. 30 കിലോമീറ്റർ അപ്പുറമുള്ള സറായ് കലേഖാനിലെ റെയിൽവേ പാളത്തിൽ നിന്ന് അലൻ സ്റ്റാലിയുടെ മൃതദേഹവും കണ്ടെത്തി. മാനസിക സംഘർഷം കാരണം മകൻ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തോടെയാണ് ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇതിനിടെ ഫ്ളാറ്റിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കേസിന് വഴിത്തിരിവാകുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. രണ്ടാം ഭർത്താവായ നെയ്യശ്ശേരി കുളങ്ങരത്തൊട്ടിയിൽ കെ ജോൺ വിൻസണിന്റെ മരണത്തിൽ ലിസിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ജോൺസണിന്റെ ആദ്യ ഭാര്യയിലെ മക്കളാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. ലിസി നിരന്തരം ജോണിനെ മാനസിക സംഘർഷത്തിലാക്കിയിരുന്നുവെന്നും ജോണിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 2 കോടി രൂപയും സ്വത്തും രേഖകളും തട്ടിയെടുത്തെന്നുമായിരുന്നു പരാതി. ഇതിനിടെ കേസ് റദ്ദാക്കണമെന്ന ലിസിയുടെ ആവശ്യം ഹൈക്കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. 24 ഡൽഹി.